കുടുംബശ്രീ 48 ലക്ഷം സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ. മൂന്നേകാൽ ലക്ഷം അയൽക്കൂട്ടങ്ങളുടെ കരുത്ത്. 20,000-ഓളം ഓക്സിലറി ഗ്രൂപ്പുകൾ. ഇതിൽ 3 ലക്ഷത്തിലേറെ അംഗങ്ങൾ. ഇത് കേരളത്തിന്റെ സ്ത്രീ ശക്തി. 10,000 കോടിയോളം രൂപയുടെ സമ്പാദ്യം. 30,000 കോടിയോളം രൂപയുടെ ആന്തരിക വായ്പ. 46,755 കോടി രൂപയുടെ ബാങ്ക് വായ്പ. 17,369 കോടി രൂപയുടെ ബൾക്ക് വായ്പ. പ്രതിസന്ധിഘട്ടത്തിൽ നാടിന് കൈത്താങ്ങായി നിന്ന മഹാപ്രസ്ഥാനം. സാമൂഹിക സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകമാതൃക. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തെ കുടുംബശ്രീക്ക് മുമ്പും കുടുംബശ്രീക്ക് ശേഷവും എന്ന് വിഭജിക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. കേരളം എപ്പോഴെല്ലാം കുടുംബശ്രീയുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കുടുംബശ്രീ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കരങ്ങൾ ചേർത്ത് പിടിച്ച് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം, മഹാസ്ത്രീ കൂട്ടായ്മ നമ്മുടെ നാടിനൊപ്പം നിന്നു. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ശാക്തീകരണത്തിലേക്ക് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ നയിച്ച, അക്ഷരാർത്ഥത്തിൽ കേരളീയ സ്ത്രീ സമൂഹത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വിമോചിപ്പിച്ച കുടുംബശ്രീയുടെ അഭിമാന പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ, മുന്നേറ്റത്തിൻ്റെ, കരുത്തിൻ്റെ അഭിമാന കാഴ്ചകളിലേക്ക് സ്വാഗതം. ജനകീയ ആസൂത്രണത്തിന്റെ ചുവട് പിടിച്ച് 1998 കുടുംബശ്രീയുടെ തുടക്കം. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ടാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം. നഗരസഭ, പഞ്ചായത്ത് തലത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികളായും വാർഡ് തലത്തിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളായും കുടുംബശ്രീ പ്രവർത്തിക്കുന്നു. സംഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. 650ഓളം CDSകൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അയൽക്കൂട്ട അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്ന ലഘു സമ്പാദ്യ വായ്പാ പ്രവർത്തനമാണ് കുടുംബശ്രീ സംവിധാനത്തിന്റെ സുസ്ഥിര അടിത്തറ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാണ്. സംസ്ഥാനത്തെ അങ്കണവാടികളിലൂടെ വിതരണം ചെയ്യുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും കുടുംബശ്രീ അംഗങ്ങളാണ്. ഗാർഹിക പരിചരണ സേവനങ്ങൾ നൽകുന്ന K4 കെയർ തുടങ്ങിയ പദ്ധതികളിലൂടെ കുടുംബശ്രീ വ്യത്യസ്തമായ മേഖലകളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. വാതിൽപ്പടി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഹരിത കർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരാണ്. കോവിഡ് സമയത്ത് നിരവധി പേരുടെ വിശപ്പകറ്റിയ 1000-ലേറെ ജനകീയ ഹോട്ടലുകളുടെ ചുവടുപിടിച്ച് രൂപം കൊണ്ട കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് ശൃംഖല ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും സജീവമാണ്. ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം ലക്ഷ്യമിടുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം വഴി 45,369 സംരംഭങ്ങൾ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. 33 ബ്ലോക്കുകളിൽ കഴിഞ്ഞ 7 വർഷങ്ങളായി പദ്ധതി നടപ്പാക്കി വരുന്നു. കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് മുഖേന 27,000-ൽ പരം സംരംഭങ്ങൾക്ക് 138 കോടി രൂപയുടെ വായ്പാ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി കുടുംബശ്രീ കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം കൈവരിച്ചു. നൂതന ആശയങ്ങളും നവീന സാങ്കേതിക വിദ്യകളും ഇഴചേർത്ത് കുടുംബശ്രീ കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവമാണ്. കാർഷിക മേഖലയിൽ 1 ലക്ഷത്തോളം കർഷക സംഘങ്ങൾ, ഇതിൽ 4.5 ലക്ഷത്തിലേറെ കർഷക വനിതകൾ,
25,000-ഓളം ഹെക്ടർ സ്ഥലത്ത് കൃഷി, 152 അഗ്രി കിയോസ്കുകൾ, 1243 പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ, ഡ്രോൺ ദീദി പോലുള്ള പദ്ധതികൾ, കാർഷിക മേഖലയിലെ ഉപജീവന സാധ്യതകൾ പുനരുജ്ജീവിപ്പിക്കുന്ന പുനർജീവനം, മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയ 180 സാങ്കേതിക വിദ്യകൾ ഇന്ന് കുടുംബശ്രീക്ക് സ്വന്തം. കെ-ടാപ്പ് എന്ന ഈ പദ്ധതി പ്രകാരം തയ്യാറാക്കിയ 30 കെ ഇനം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇന്ന് ആഗോള വിപണിയിലെത്തിച്ച് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് കുടുംബശ്രീ. കുടുംബശ്രീ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇക്കഴിഞ്ഞ വർഷം 180 ടെക്നോളജി കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് നിഫ്റ്റം തഞ്ചാവൂർ, അതുപോലെ തന്നെ CPCRI, CTCRI, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുകയും അത് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നിരിക്കുകയുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മാത്രം ബിസിനസ്സായിട്ടല്ല, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതികൾ വഴി 6 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് കുടുംബശ്രീ വരുമാനമാർഗമൊരുക്കി. ഗുണമേന്മയുള്ളതും വിലക്കുറവുള്ളതുമായ കേരള ചിക്കൻ പദ്ധതി വഴി കുടുംബശ്രീക്ക് 400 കോടി രൂപയുടെ വിറ്റുവരവുണ്ടാക്കാൻ കഴിഞ്ഞു. 13 ജില്ലകളിൽ കേരള ചിക്കൻ പദ്ധതി നിലവിലുണ്ട്. മുഴുവൻ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പോക്കറ്റ് മാർട്ട് ദി കുടുംബശ്രീ സ്റ്റോർ മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. കൂടാതെ മീറ്റ് പോയിന്റുകൾ, ടേക്ക് അവേ കൗണ്ടറുകൾ എന്നിവയും പ്രവർത്തിച്ചുവരുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണന വേദി ഒരുക്കുന്ന ദേശീയ സരസ് മേളകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഓണം, ക്രിസ്മസ് തുടങ്ങിയ വിശേഷ അവസരങ്ങളിലടക്കം വിപണന മേളകളും സംഘടിപ്പിച്ചുവരുന്നു. കുടുംബശ്രീയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരാലംബർക്കും ഭിന്നശേഷിക്കാർക്കും താങ്ങും തണലുമാണ്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് കരുതലും വിദ്യാഭ്യാസവും നൽകുന്ന 405 ബഡ്സ് കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്നു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സവിശേഷ പഠനവും 13,081 പേർക്ക് തൊഴിൽ പരിശീലനവും പുനരധിവാസവും നൽകി ദൈനംദിന ജീവിത പിന്തുണ ഉറപ്പാക്കുന്നു. ബഡ്സ് സ്ഥാപനങ്ങളിലെ പരിശീലനാർത്ഥികളുടെ കലാകായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബഡ്സ് ഫെസ്റ്റ്, ബഡ്സ് ഒളിമ്പിയ എന്നിവ ഇവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് സഹായിക്കുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 16-ന് കുടുംബശ്രീ ബഡ്സ് ദിനം ആഘോഷിക്കുന്നു. സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഇടപെടലുകൾ നിരവധി സ്ത്രീകൾക്ക് ധൈര്യവും ആശ്വാസവുമാണ്. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് 75,000 കേസുകൾ കൈകാര്യം ചെയ്തു. 4,000 സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയം നൽകി. സ്നേഹിതയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 84 പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 918 ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ, 17,142 വിജിലൻസ് ഗ്രൂപ്പുകൾ തുടങ്ങിയവയുമുണ്ട്. സ്ത്രീകളുടെ സാംസ്കാരിക ശാക്തീകരണത്തിനും സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമായി രംഗശ്രീ നാടക ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഫുഡ്, ന്യൂട്രീഷൻ, ഹെൽത്ത്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അഥവാ FNHW പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. സംസ്ഥാനത്തൊട്ടാകെ പട്ടികവർഗ മേഖലയിൽ 7,135 പ്രത്യേക അയൽക്കൂട്ടങ്ങളും അതിൽ 1,24,000 അംഗങ്ങളുമുണ്ട്. തദ്ദേശീയ ജനമേഖലയിലുള്ളവരുടെ ഉന്നതിക്കായി വിവിധ ജില്ലകളിലായി 10ഓളം പ്രത്യേക പദ്ധതികളാണ് നടപ്പാക്കുന്നത്. യുവതീ യുവാക്കൾക്ക് സംരംഭം തുടങ്ങുന്നതിന് KTIC, കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് കമ്മ്യൂണിക്കോർ, ഗോത്ര കലാരൂപങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റി ഗോത്ര സമൂഹത്തിന് സ്ഥിരമായ തൊഴിലും വരുമാനവും ലഭ്യമാക്കാൻ ജനഗൽസ, കുട്ടികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന കനസ് ജാഗ തുടങ്ങിയവ ഇവയിൽ ചിലതാണ്.
കുടുംബശ്രീക്ക് കീഴിലുള്ള കുട്ടികളുടെ കൂട്ടായ്മയായ ബാലസഭ അവരുടെ മൂല്യാധിഷ്ഠിത വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് ബാലപാർലമെന്റ്, മാലിന്യ സംസ്കരണം, ശുചിത്വം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തുന്നതിന് അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി, കുരുന്നുകളുടെ നൂതനാശയങ്ങൾ അവതരിപ്പിച്ച ലിയോറ ഇന്നൊവേഷൻ കോൺക്ലേവ് തുടങ്ങിയവ മൂല്യബോധമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ കുടുംബശ്രീയുടെ ഉത്തരവാദിത്തബോധം വ്യക്തമാക്കുന്നു. നഗരദരിദ്രരെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ കീഴിൽ അണിനിരത്തുന്ന ദേശീയ നഗര ഉപജീവന ദൗത്യം പദ്ധതി തൊഴിൽ പരിശീലനങ്ങളും തൊഴിലും ലഭ്യമാക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഷെൽട്ടർ ഹോമുകൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരമേഖലയിൽ 27,384 അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. 25,258 പേർക്ക് നൈപുണ്യ പരിശീലനമൊരുക്കി. 16,826 പേർക്ക് തൊഴിൽ ലഭ്യമാക്കി. ഉപജീവന മേഖലയിൽ 7,257 വ്യക്തിഗത സംരംഭങ്ങളും 1,888 ഗ്രൂപ്പ് സംരംഭങ്ങളും ആരംഭിച്ചു. നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവനമാർഗം കണ്ടെത്തുന്നതിനായി വിവിധ ബാങ്കുകളുമായി സഹകരിച്ച് PM സ്വാനിധി പദ്ധതിയിലൂടെ വായ്പകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച സൊസൈറ്റിയായ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് ഫോർ ബിസിനസ് സൊല്യൂഷൻസ് അഥവാ കിബ്സ് മുഖേന വാട്ടർ മെട്രോ, വൈറ്റില മൊബിലിറ്റി ഹബ്, വ്യവസായ വകുപ്പ്, IIT പാലക്കാട്, കില എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് ജോലി ലഭ്യമാക്കിയിട്ടുണ്ട്. നഗരങ്ങളിലെ പാവപ്പെട്ടവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും പ്രയോജനകരമായ വിവരങ്ങളും മറ്റു സേവനങ്ങളും പ്രാപ്യമാക്കുന്നതിനും സൗകര്യപ്രദമായ വേദി ലഭ്യമാക്കുന്ന വൺ സ്റ്റോപ്പ് ഷോപ്പാണ് നഗര ഉപജീവന കേന്ദ്രങ്ങൾ. ആകെ 14 കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിൽ 6 കേന്ദ്രങ്ങൾ പൂർത്തിയാക്കി. എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ച് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം പദ്ധതിയിൽ നാളിതുവരെ 1,27,048 വീടുകൾ നിർമ്മിക്കുന്നതിന് അനുമതി ലഭിക്കുകയും 99,820 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ആജീവികയുടെ കീഴിൽ നടപ്പാക്കുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന മുഖേന ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളിലെ യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 78,449 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. 33 മേഖലകളിലായി 240 കോഴ്സുകൾ പൂർത്തീകരിച്ചു. 56,146 വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കി. കേരളത്തിൽ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുടുംബശ്രീയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ അഥവാ NRO ആയി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം 2012 കുടുംബശ്രീയെ അംഗീകരിച്ചു. സാമൂഹ്യ സംഘടനാ സംവിധാനങ്ങളും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സംയോജനം, സംരംഭ വികസനം എന്നീ 2 തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ NRO മുഖേന ചെയ്തുവരുന്നത്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും അതിശയകരമായ മാറ്റങ്ങളുണ്ടാക്കിയ നിരവധി ക്യാമ്പയിനുകളും കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. K-ലിഫ്റ്റിന്റെ ഭാഗമായി 3 ലക്ഷത്തിലധികം പേർക്കും വിജ്ഞാന കേരളം പദ്ധതിയോട് ചേർന്ന് 80,000-ഓളം പേർക്കും ഉപജീവനമൊരുക്കാൻ കഴിഞ്ഞു. അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഉജ്ജീവനം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് സർക്കാരിന് പിന്തുണ നൽകുവാനും കുടുംബശ്രീക്കായി. 2023 ഒക്ടോബർ 1 മുതൽ 3 മാസങ്ങളിലായി നടത്തിയ തിരികെ സ്കൂളിൽ ക്യാമ്പയിനിൽ 40 ലക്ഷവും ഡിജി കേരളം ക്യാമ്പയിനിൽ 3 ലക്ഷവും കുടുംബശ്രീ അംഗങ്ങൾ പങ്കാളികളായി. മഹാപ്രളയവും കോവിഡ് മഹാമാരിയും നമ്മുടെ സമ്പദ്ഘടനയെ പിടിച്ചുലച്ചപ്പോൾ സംസ്ഥാനത്തിന് താങ്ങായി നിന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. 2018-19 പ്രളയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ 11 കോടി രൂപയും മേപ്പാടി ദുരന്തബാധിതർക്കായി 20.5 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് കുടുംബശ്രീ മാതൃകയായി.
മേപ്പാടിയിലെ ദുരന്തബാധിതരുടെ അതിജീവനത്തിനായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നതിലും നൈപുണ്യ പരിശീലനം, വായ്പകൾ എന്നിവ ലഭ്യമാക്കുന്നതിലും കുടുംബശ്രീ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ച അറിവും നേതൃശേഷിയും സ്ത്രീകളെ ത്രിതല പഞ്ചായത്തുകളിൽ അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ വിജയിച്ചത് 219 ഹരിതകർമ്മ സേനാംഗങ്ങളടക്കം 7210 കുടുംബശ്രീ പ്രവർത്തകരാണ്. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അരങ്ങ് എന്ന പേരിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കലോത്സവം സംഘടിപ്പിച്ചുവരുന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ സാഹിത്യ അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്ന സർഗം, കൂടാതെ ഫോട്ടോഗ്രഫി, റീൽ മത്സരങ്ങൾ തുടങ്ങിയവ ശാക്തീകരണത്തിന്റെ പുതുവഴികളാണ്. കുടുംബശ്രീയുടെ പുതുതലമുറയിലെ ശക്തമായ സാന്നിധ്യമാണ് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുന്ന സർക്കാർ നയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പുതുതലമുറയിലെ കുടുംബശ്രീ അംഗങ്ങളായിരിക്കും. കേരളത്തിന്റെ ഈ ജനകീയ വികസന മാതൃക വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനൊപ്പം ദേശീയ, അന്തർദേശീയ തലത്തിൽ ഒരു സ്വാധീന ശക്തിയായി മാറുകയാണ്. ലോക റെക്കോർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കുടുംബശ്രീ നേടിയിട്ടുണ്ട്. കുടുംബശ്രീ ഔദ്യോഗികമായി നിലവിൽ വന്ന ദിനമായ മെയ് 17 എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആഘോഷിച്ചുവരുന്നു. ഇങ്ങനെ കഴിഞ്ഞ 27 വർഷങ്ങളായി വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ശക്തമായ അടിത്തറയൊരുക്കി ഒരു പുതുചരിത്രം രചിക്കുകയാണ് കുടുംബശ്രീ.